ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിക്കൊണ്ട് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയാണെങ്കിൽ നല്ല മഴ, വെയിൽ വന്നാൽ നല്ല വെയിൽ. അപ്പോൾ ഈ വെയിലത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി കസ്റ്റർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഈ പുഡിങ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗള് എടുത്ത് അതിനുള്ളിൽ ഒരൽപ്പം ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിലൊന്ന് തേച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇത് നമ്മൾ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൽ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയാണ് ഇതുപോലെ ഓയിലോ ബട്ടറോ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ബട്ടറാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് ഓയിൽ ഏതെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരുപാട് വിലയോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഈ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ നമ്മൾ ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1/2 കപ്പ് അളവിൽ പാലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഴുവനും ആഡ് ചെയ്യാതെ കുറച്ച് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം മുഴുവൻ പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ഒഴിക്കാൻ പറഞ്ഞത്. അതിനുശേഷം ബാക്കിയും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പാലും കസ്റ്റേർഡ് പൗഡറും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇത് ആവശ്യത്തിന് മീഡിയം ആയിട്ടുള്ളൊരു മധുരമാണ്. നിങ്ങൾക്ക് ഇത്തിരി കൂടെ മധുരം കൂടുതലാവേണ്ടതെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം അളവിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമ്മൾ പഞ്ചസാര അലിയുന്നത് വരെയൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം കസ്റ്റർഡ് പൗഡർ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പം നമുക്ക് അടിക്കൊന്നും പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടായി. അപ്പോൾ തീ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലൊരു ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ ഇളക്കുവാണെങ്കിൽ അധികം കട്ട കെട്ടാതിരിക്കും. ഇപ്പം ഈ പാലിൻ്റെ മിക്സ് ഏകദേശം ഒന്ന് ചെറുതായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ആ ലൂസ് കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് ഭാഗത്തൊക്കെ ഇത് പെട്ടെന്ന് ഇങ്ങനെ പറ്റിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇളക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അധികം ടൈം ഒന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇതിപ്പം നല്ല അത്യാവശ്യമായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആ പാലും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സ് ആവുകയും നമ്മുടെ കസ്റ്റർഡ് പൗഡർ നന്നായിട്ട് ഇട്ടതുകൊണ്ട് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം ബട്ടർ, അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അല്പം വാനില എസൻസും കൂടെ ആഡ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണൽ മാത്രമാണ്. ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് കൊണ്ട് ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ബട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ആ ചൂടിൽ തന്നെ ബട്ടറൊക്കെ അതിൽ അലിഞ്ഞു പൊക്കോളും. ഇനിയിപ്പം നമുക്ക് വാനില എസൻസും ഈ ഓഫ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആഡ് ചെയ്താൽ മതി. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബട്ടറും ഇതും ഈ വാനില എസൻസും ഈ കസ്റ്റേർഡിൻ്റെ ഈ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ബൗളിലേക്ക് മാറ്റാം. ഈ ചൂടോടുകൂടി തന്നെ വേണം ഇത് നമ്മൾ ബൗളിലേക്ക് മാറ്റാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി ഈ പാത്രത്തിൽ തന്നെ സെറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ബൗളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും ഏത് പുഡിങ് തയ്യാറാക്കാനും ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രം നേരത്തെ തന്നെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് ബൗളിലേക്ക് മാറ്റാം.
അപ്പം ഞാൻ ഈ ബൗളിലേക്ക് ഒരല്പം ക്യാഷ്യൂവും പിസ്തായും കൂടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കസ്റ്റർഡിൻ്റെ മുകൾ ഭാഗം കാണാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് ഇത് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ്, കസ്റ്റർഡിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഞാനിത് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഏകദേശം ഒരു 250 മില്ലി അളവിലാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അളവിലുള്ള ഒരു പുഡിങ്ങാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതിൽ കൂടുതൽ അളവിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് അളവ് കൂട്ടിയെടുക്കുക. ഇതിനി നമുക്ക് ആ സ്പാച്ചിൽ വെച്ച് മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മണിക്കൂർ അത്രത്തോളം ടൈമൊക്കെ മതി. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിതിനി സെറ്റ് ചെയ്തിട്ട് കാണാം. ഇപ്പം നമ്മുടെ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ടു വരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പുഡിങ് എന്ത് ഭംഗിയാണ് കാണാൻ തന്നെ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. സെറ്റ് ആവുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ സമയം എടുക്കുന്നുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ആവശ്യത്തിന് മധുരം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. നിങ്ങൾക്ക് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നോക്കിയാൽ എന്ത് സോഫ്റ്റ് ആണ് നമ്മുടെ പുഡിങ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ പുഡിങ്. മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ അധികം മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അകമൊക്കെ എന്ത് സോഫ്റ്റ് ആണ് ഇതിൻ്റെന്ന്. അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം മറക്കാതെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.